മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു താറാവ് കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ താറാവാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനിതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നോട് കൂടി തന്നെ എടുക്കാം. ഇനി ഞാനിതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നിന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് കുറച്ച് സമയത്തിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമ്മൾ മസാലയൊക്കെ വഴറ്റിയെടുക്കുന്ന അത്രയും സമയം മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഉള്ള മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 35ഓളം ചുവന്നുള്ളിയും 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് നടുകെ കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കറി വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും എടുത്തിട്ടുണ്ട്. ഒരു 2-3 ഏലക്കയും 3-4 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയുമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഞാൻ എല്ലാം ഒന്ന് 2-3 കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് വലിയ ചുവന്നുള്ളിയായിരുന്നു. 2 മിനിറ്റ് ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. പൊടികൾ ഇതിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. നമ്മളിതിലേക്ക് കൂടുതലായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ പച്ചമുളകും നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പൊടികളൊക്കെ നമ്മളിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താറാവ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിത് ഈ പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നത്. നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാം. താറാവിന് നല്ല വേഗമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുക്കറിലിട്ട് വേവിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേവിക്കാൻ വേണ്ടി വയ്ക്കുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഇളക്കി ഇട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുക്കും ഇത് വേകാനായിട്ട്, ഇതുപോലെ പാത്രത്തിലിട്ട് വേവിച്ചാൽ. ഇനി നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരിക്കലും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ്
ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു അരമണിക്കൂറോളം വേവിച്ചതിന് ശേഷം വീണ്ടും ഞാൻ തുറന്ന് നോക്കിയതാണ്. ഇപ്പോൾ വെള്ളം കുറച്ചുകൂടി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർക്കാത്തത്, ഞാനത് ഒരുപാട് ഗ്രേവി ആയിട്ടല്ല വയ്ക്കുന്നത്, ഒത്തിരി ചാറില്ലാത്തൊരു കറിയായിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 8 കാഷ്യൂനട്ട് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ കറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാഷ്യൂനട്ട് കുതിർന്നത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു പിടി മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. അല്പം വെള്ളം ഒഴിച്ച് ഇത് രണ്ടും കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഈ കറിയിലേക്ക് ഇതും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ താറാവ് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിന് തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ കാഷ്യൂനട്ട് കോക്കനട്ട് പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കാം. കാഷ്യൂനട്ട് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് കറി നല്ല തിക്കായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ കറിക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. തിളയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കറി എടുത്ത് ഉപയോഗിക്കാം. ഞാനിതിലേക്ക് കടുക് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലാതെ തന്നെ കറി ഇപ്പോൾ നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് 2-3 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. എല്ലാം കൂടി ഇളക്കി ഒഴിച്ചതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ താറാവ് കറി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കറി ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇന്നത്തെ താറാവ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.